ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ഇത് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെയാ നിർത്തിയേ? ദിൽനയും ഐസാക്കും വീടിന്റെ പിന്നാമ്പുറത്ത് കളിച്ചുകൊണ്ടിരുന്നു. അവർ മഴ പെയ്യുമെന്ന് പറഞ്ഞ് വീടിനുള്ളോട്ട് പോയി. അപ്പോൾ അവർ ബിസ്ക്കറ്റ് കണ്ടു. രണ്ടുപേരും ഓരോന്നെടുത്തു. എന്നിട്ട് അവർ ലിവിംഗ് റൂമിലേക്ക് വന്നു. അപ്പോഴാണ് അമ്മ തറയിൽ കിടക്കുന്നത് കണ്ടത്. എന്നിട്ട് അമ്മ എണീക്കുന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഐസാക്ക് കരയാൻ തുടങ്ങി. പക്ഷെ അമ്മ എണീച്ചില്ല. അപ്പോഴാണ് ദിൽനയ്ക്ക് മുത്തശ്ശിയോടൊപ്പം കളിച്ച ഗെയിം ഓർമ്മ വന്നത്. എന്തായിരുന്നു ഗെയിം? എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ 101 വിളിക്കാൻ അല്ലേ? അങ്ങനെ അമ്മ തറയിൽ കിടക്കുമ്പോൾ ദിൽനയ്ക്ക് മനസ്സിലായി ഇതൊരു കളിയല്ലെന്ന്. നമുക്കിനി ബാക്കി വായിച്ചാലോ? ദ കോൾ ഫോർ ഹെൽപ്പ്. ദ കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിനുള്ള കോൾ. She ran to the phone and dialed 101. She ran to the phone and dialed 101. അവൾ ഫോണിലേക്ക് ഓടി എന്നിട്ട് 101 എന്ന് ഡയൽ ചെയ്തു. ദ ഹെൽപ്പ് ലൈൻ നമ്പർ. ദ ഹെൽപ്പ് ലൈൻ നമ്പർ. ഹെൽപ്പ് ലൈൻ നമ്പറായ 101 അവൾ കോൾ ചെയ്തു. ഹെർ ഹാൻഡ്സ് വെയർ ഷേക്കിംഗ്. ഹെർ ഹാൻഡ്സ് വെയർ ഷേക്കിംഗ്. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. എ ലേഡീസ് വോയിസ് കം ഓൺ ദി ലൈൻ. എ ലേഡീസ് വോയിസ് കം ഓൺ ദി ലൈൻ. ലൈനിൽ ഒരു സ്ത്രീ ശബ്ദം വന്നു. ദിൽന വിളിച്ചപ്പോൾ ഒരു സ്ത്രീ ഫോൺ എടുത്തു. 101, വാട്ട്സ് യുവർ എമർജൻസി? 101, വാട്ട്സ് യുവർ എമർജൻസി? ഇത് 101 ആണ്. എന്താണ് നിങ്ങളുടെ അടിയന്തരാവസ്ഥ? വാട്ട്സ് യുവർ എമർജൻസി? എന്തിനാ വിളിച്ചേ എന്ന് ആ ഫോൺ എടുത്ത ലേഡി ചോദിച്ചു. ദിൽന ടുക്ക് എ ഡീപ് ബ്രീത്ത്. ദിൽന ടുക്ക് എ ഡീപ് ബ്രീത്ത്. ദിൽന ഒരു ദീർഘശ്വാസം എടുത്തു. ഡീപ് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ദീർഘശ്വാസം. ഹലോ, മൈ നെയിം ഈസ് ദിൽന. ഹലോ, എൻ്റെ പേര് ദിൽന. മൈ മോം ഈസ് ലേയിങ് സ്റ്റിൽ ഓൺ ദി ഫ്ലോർ. മൈ മോം ഈസ് ലേയിങ് സ്റ്റിൽ ഓൺ ദി ഫ്ലോർ. എൻ്റെ അമ്മ ഇപ്പോൾ തറയിൽ കിടക്കുകയാണ്. എൻ്റെ അമ്മ ഇപ്പോൾ തറയിൽ കിടക്കുകയാണ്. ബട്ട് ഐ കാൻറ്റ് വേക്ക് ഹർ അപ്പ്. ബട്ട് ഐ കാൻറ്റ് വേക്ക് ഹർ അപ്പ്. പക്ഷെ എനിക്ക് അവളെ ഉണർത്താൻ കഴിയുന്നില്ല. ദ ലേഡി ആസ്ക്ഡ്. ആ സ്ത്രീ ചോദിച്ചു. വേർ ഈസ് യുവർ ഫാദർ? വേർ ഈസ് യുവർ ഫാദർ? നിന്റെ അച്ഛൻ എവിടെ? ദിൽന റിപ്ലൈഡ്, ഹി ഈസ് വർക്കിംഗ് അബ്രോഡ്. ദിൽന പറഞ്ഞു, ഹി ഈസ് വർക്കിംഗ് അബ്രോഡ്. അബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്ത്. അച്ഛൻ വിദേശത്ത് ജോലിയാണ് എന്ന് ദിൽന റിപ്ലൈ കൊടുത്തു. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ശരി ദിൽന, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? നിങ്ങളുടെ വിലാസം പറയുമോ? നിങ്ങളുടെ വിലാസം പറയുമോ? ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ആ സ്ത്രീ മൃദുവായി സംസാരിച്ചു, പക്ഷെ ഗൗരവത്തിലായിരുന്നു. ദിൽന ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് മൃദുവായി സംസാരിച്ചു, പക്ഷെ ഗൗരവത്തിലായിരുന്നു. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. ദിൽനയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു ഉച്ചത്തിലും വ്യക്തമായും സംസാരിക്കണമെന്ന്. ലൗഡ്ലി എന്ന് പറഞ്ഞാൽ അറിയൂലേ? ഉച്ചത്തിൽ, ശബ്ദം കൂട്ടിയിട്ട്. ക്ലിയർലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സംസാരിക്കുന്നത് മറ്റേ ആൾക്ക് വ്യക്തമായി കേൾക്കുന്നത് പോലെ. ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് തോട്ട് ഹെർ. ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് തോട്ട് ഹെർ. അവളുടെ മുത്തശ്ശി പഠിപ്പിച്ചതുപോലെ. എന്താ മുത്തശ്ശി പഠിപ്പിച്ചേ? ഉച്ചത്തിലും വ്യക്തമായും സംസാരിക്കാൻ. ഐ ലിവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പടി. ഐ ലിവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പടി. ഞാൻ 1203 രാംനഗർ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്, ചെറുവപ്പടിയിൽ. 1203 എന്താണെന്നറിയോ? അതൊരു വീടിൻ്റെ നമ്പറാണ്. രാംനഗർ സ്ട്രീറ്റിലുള്ള ഒരു വീടിൻ്റെ നമ്പറാണ് 1203. രാംനഗർ സ്ട്രീറ്റ് എവിടെയാ? ചെറുവപ്പടിയിൽ. താങ്ക് യു ദിൽന.
I will help you. Thank you, Dilna. I will help you. നന്ദി ദിൽന, ഞാൻ നിന്നെ സഹായിക്കാം. The lady said. എന്ന് ആ സ്ത്രീ പറഞ്ഞു. എന്താ പറഞ്ഞ്? താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു എന്ന് ആ സ്ത്രീ പറഞ്ഞു. Stay on the phone with me until the fireman get there. Okay? Dilna agreed. Stay on the phone with me until the fireman get there. ഫയർമാൻ അവിടെ എത്തുന്നത് വരെ നീ എന്നോട് സംസാരിക്കണം എന്ന് ആ സ്ത്രീ പറഞ്ഞു. ദിൽന അഗ്രീഡ്. ദിൽന സമ്മതിച്ചു. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. whom did ദിൽന call for help? ദിൽന ആരെയാണ് സഹായത്തിന് വിളിച്ചത്? ഹെൽപ്പ് ലൈൻ നമ്പറായ 101 അല്ലേ? വാട്ട് ഡിഡ് ദ ലേഡി സേ? ആ സ്ത്രീ എന്താണ് പറഞ്ഞത്? ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം എന്നാണ് പറഞ്ഞത്. ഇഫ് യു വെർ ദിൽന വാട്ട് വുഡ് യു ഡു? ദിൽനയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാൻ നിങ്ങൾക്ക് അറിയുമായിരുന്നോ? നിങ്ങൾ അടുത്തുള്ള വീട്ടിൽ പോയി പറയുമായിരുന്നോ? എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ? ഓക്കെ, നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഈ പിക്ചർ കണ്ടോ? ഫെയർഫോഴ്സ് വന്ന് അമ്മയെ സഹായിക്കുന്നുണ്ടല്ലേ? ദിൽനയും ഐസാക്കും അവിടെ നിന്ന് നോക്കുന്നുണ്ട്, അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വായിക്കാം. റിലീഫ് എന്ന് പറഞ്ഞാൽ ആശ്വാസം. ദിൽന ഹിയർഡ് ദി സൈറൺ ഓഫ് ദി അപ്രോച്ചിങ് ഫയർ എഞ്ചിൻ. ദിൽന അടുത്തു വരുന്ന ഫയർ എഞ്ചിന്റെ സൈറൺ കേട്ടു. അപ്രോച്ചിങ് എന്ന് പറഞ്ഞാൽ അടുത്തു വരുന്ന. ഹിയർഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കേട്ടു. Soon there was a knock at the door. താമസിക്കാതെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. സൂൺ എന്ന് പറഞ്ഞാൽ താമസിക്കാതെ, പെട്ടെന്ന്. ഓക്കെ, there was a knock at the door. വാതിലിൽ ഒരു മുട്ട് കേട്ടു. നോക്ക് എന്ന് പറഞ്ഞാൽ മുട്ട്. ഓക്കെ, തട്ടൂലേ, ഡോറിലേക്ക് തട്ടൂലേ, ആ തട്ട് തന്നെയാണ് പറയുന്നത് നോക്ക്. ഓക്കെ. The lady on the phone said. ഫോണിൽ വിളിച്ച സ്ത്രീ പറഞ്ഞു, ദിൽന, it's safe to open the door now. ദിൽന, ഇപ്പോൾ വാതിൽ തുറക്കുന്നത് സുരക്ഷിതമാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞു. എന്താ പറഞ്ഞേ? It's safe to open the door now. ഇപ്പോൾ വാതിൽ തുറക്കുന്നത് സുരക്ഷിതമാണ്. The firemen are there. ഫയർമാൻ അവിടെയുണ്ട്. She ran to the door and opened it. അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. Two firemen rushed in. 2 ഫയർമാർ ഓടിയെത്തി. ദിൽന led them to the living room. ദിൽന അവരെ സ്വീകരണ മുറിയിലേക്ക് നയിച്ചു. ദിൽന അവരെയും കൂട്ടി ലിവിംഗ് റൂമിലേക്ക് പോയി. Her mom was still laying on the floor. അവളുടെ അമ്മ ഇപ്പോഴും തറയിൽ കിടക്കുകയാണ്. Her mom was still laying on the floor. ഇപ്പോഴും തറയിൽ തന്നെ കിടക്കുകയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Who came to help Dilna and Isaac? ദിൽനയെയും ഐസാക്കിനെയും സഹായിക്കാൻ ആരാണ് വന്നത്? ഈ പിക്ചർ നോക്കിക്കേ, ഇതിലാരാ ഉള്ളത്? 2 ഫയർമാൻ. ആരാ സഹായിച്ചത്? 2 ഫയർമാൻ. അപ്പോൾ നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ. ടൈംലി ഹെൽപ്പ്. സമയോചിതമായ സഹായം എന്ന് പറഞ്ഞാൽ അതാത് സമയത്ത് തന്നെ എടുക്കേണ്ട സഹായങ്ങൾ. അതായത് ഇപ്പൊ ദിൽനയുടെ അമ്മ തറയിൽ കിടക്കുമ്പോൾ തന്നെ ദിൽന ഫയർമാനെ വിളിച്ചില്ലേ? അതുപോലെ സമയത്ത് തന്നെ എടുക്കുന്ന സഹായത്തിനെയാണ് പറയുന്നത് ടൈംലി ഹെൽപ്പ്. ഓക്കെ, ഇനി വായിക്കാം. The fireman checked her mother and gave her first aid. ഫയർമാൻ അവളുടെ അമ്മയെ പരിശോധിക്കുകയും ഫസ്റ്റ് എയ്ഡ് നൽകുകയും ചെയ്തു. Slowly she opened her eyes.
Slowly she opened her eyes. പതുക്കെ അവൾ കണ്ണുകൾ തുറന്നു. Then they gave her some water to help her feel better. Then they gave her some water to help her feel better. പിന്നെ അവൾക്ക് സുഖം തോന്നാൻ കുറച്ച് വെള്ളം കൊടുത്തു. Gave her some water. അവൾക്ക് കുറച്ച് വെള്ളം കൊടുത്തു. Mom, Isaac shouted with joy. Mom, Isaac shouted with joy. അമ്മേ, ഐസാക്ക് സന്തോഷം കൊണ്ട് വിളിച്ചു പറഞ്ഞു. Mom, these people help us. അമ്മേ, ഇവർ നമ്മെ സഹായിച്ചു. ദിൽന said. ദിൽന പറഞ്ഞു. എന്താ പറഞ്ഞ? These people helped us. ഇവരാണ് നമ്മളെ സഹായിച്ചത്. Thank you, the mother said softly, smiling at the fireman. Thank you, the mother said softly, smiling at the fireman. അമ്മ ഫെയർമാനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു. നന്ദി എന്ന് പറഞ്ഞു. താങ്ക് യു എന്ന് പറഞ്ഞു. One of the firemen said to the mother. One of the firemen said to the mother. ഫെയർമാൻമാരിൽ ഒരാൾ അമ്മയോട് പറഞ്ഞു. Your daughter did a great job. Your daughter did a great job. നിങ്ങളുടെ മകൾ വളരെ നല്ല ജോലി ചെയ്തു. She is a hero. She is a hero. അവൾ ഒരു ഹീറോയാണ്. She is a hero. ദിൽന felt happy. ദിൽന felt happy. ദിൽനക്ക് സന്തോഷം തോന്നി. Actually, I was scared. Actually, I was scared. സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. ദിൽന admitted. ദിൽന admitted. ദിൽന സമ്മതിച്ചു. എന്ത് സമ്മതിച്ചേ? സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു എന്ന് ദിൽന സമ്മതിച്ചു. I just did what I had to do. I just did what I had to do. ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു എന്ന് മാത്രം എന്ന് ദിൽന പറഞ്ഞു. എന്താ പറഞ്ഞേ? I just did what I had to do. The fireman smiled and patted her. The fireman smiled and patted her. ഫെയർമാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ തലോടി. പാറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയൂലേ? തലോടി. പിക്ചറിൽ കണ്ടോ? തലോടുന്നത് കണ്ടോ? അങ്ങനെ ചിരിച്ചുകൊണ്ട് അവളെ തലോടി. ഇവിടെ താഴെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡിഡ് ദ ഫെയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്? വാട്ട് ഡിഡ് ദ ഫെയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്? അമ്മയെ ഉണർത്താൻ ഫെയർമാൻ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. വൈ ഡിഡ് ദ ഫെയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ? ദിൽന ഒരു ഹീറോ ആണെന്ന് ഫെയർമാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? അവൾ ഫെയർമാനെ വിളിച്ച് നടന്ന സംഭവം പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇപ്പൊ രക്ഷിക്കാൻ അവരെത്തിയത്. നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ. അവാർഡ് ഫോർ ബ്രേവരി. അവാർഡ് ഫോർ ബ്രേവരി. ധീരതയ്ക്കുള്ള പുരസ്കാരം. അവാർഡ് എന്ന് പറഞ്ഞാൽ പുരസ്കാരം. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് the fireman invited Dilna to the fare station. The fireman invited Dilna to the fare station. ഫെയർമാൻ ദിൽനയെ ഫെയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചു. They gave her an award. They gave her an award. അവർ അവൾക്കൊരു അവാർഡ് നൽകി. She didn't really feel like a hero. She didn't really feel like a hero. അവൾക്ക് ശരിക്കും ഒരു നായകനെ പോലെ തോന്നിയില്ല. She didn't really feel like a hero. അവൾക്ക് ശരിക്കും ഒരു നായകനെ പോലെ തോന്നിയില്ല. She was glad that her mother was safe. She was glad that her mother was safe. അമ്മ സുരക്ഷിതയായതിൽ അവൾ സന്തോഷിച്ചു. അവൾക്ക് ഇങ്ങനെ ഒരു അവാർഡൊന്നും കിട്ടണമെന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അമ്മ സുഖമായി കണ്ടാൽ മതി എന്നായിരുന്നു ഉണ്ടായത്. As they left the fare station, അവർ ഫെയർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിൽന turned to Isaac and said, ദിൽന ഐസക്കിന് നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു, You know, it's an emergency. It's important to know what to do. You know, it's an emergency. It's important to know what to do. നിനക്കറിയുമോ ഒരു അടിയന്തര സാഹചര്യത്തിൽ പ്രധാനമായി എന്താ ചെയ്യേണ്ടതെന്ന്? I will teach you. ഞാൻ നിന്നെ പഠിപ്പിക്കാം. Just like grandmother taught me. I will teach you. ഞാൻ നിന്നെ പഠിപ്പിക്കാം. Just like grandmother taught me.
മുത്തശ്ശി എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്ന് ദിൽന പറഞ്ഞു. ഐസാക്ക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. ഐസാക്ക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. ഐസാക്ക് തൻ്റെ സഹോദരിയെ നോക്കി പുഞ്ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. താങ്ക്സ് ദിൽന, യു ആർ ദി ബെസ്റ്റ്. നന്ദി ദിൽന, നീയാണ് ഏറ്റവും നല്ലത്. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ ഫെയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫെയർ സ്റ്റേഷൻ? വൈ ഡിഡ് ദ ഫെയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫെയർ സ്റ്റേഷൻ? എന്തിനാണ് ഫെയർമാൻ ദിൽനയെ ഫെയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചത്? എന്തിനാ ക്ഷണിച്ചത്? അവാർഡ് നൽകാൻ വേണ്ടിയിട്ട്. ഗേവർ എൻ അവാർഡ്. വൈ ഡിഡിൻറ്റ് ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ? വൈ ഡിഡിൻറ്റ് ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ? എന്തുകൊണ്ടാണ് ദിൽന സ്വയം നായകനായി കണക്കാക്കാത്തത്? എന്തുകൊണ്ടാ? ദിൽന അല്ല രക്ഷിച്ചത് ഫെയർമാനാണ്. അതുകൊണ്ടാണ് ദിൽന പറഞ്ഞത് ഞാനല്ല ശരിക്കും ഹീറോ എന്ന് പറഞ്ഞത്. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രോം ദി സ്റ്റോറി? ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണ് പഠിച്ചത്? ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണ് പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ ഹെൽപ്പ് ലൈൻ നമ്പറായ 101 വിളിക്കാൻ പഠിച്ചില്ലേ? വേറെന്തൊക്കെ പഠിച്ചു? നമ്മൾ ഇതുപോലെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഉച്ചത്തിലും വ്യക്തമായും സംസാരിക്കണം എന്ന് പഠിച്ചില്ലേ? അങ്ങനെ കുറെ കാര്യം പഠിച്ചല്ലേ? ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ വേണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കഥയും ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിൻ്റെ എല്ലാ വീഡിയോകളും 4ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് പറയാനുണ്ടെങ്കിലും സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.